ഇന്ന് എല്ലാവരുടെയും കുളി നേരത്തെ തന്നെ കഴിഞ്ഞു. അപ്പോൾ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് കരുതി. ഞാൻ കല്യാണത്തിന് മുന്നേ എല്ലാ ഞായറാഴ്ചയും ഈ അമ്പലത്തിലോട്ട് പോകാറുണ്ട് കേട്ടോ. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, പക്ഷെ നമ്മൾ വളഞ്ഞ വഴി കൂടെയുണ്ട് പോകുന്നത്. കാരണം വെറുതെ നടക്കാമല്ലോ വൈകുന്നേരങ്ങളിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലം. ഇവിടെ ഭയങ്കര പച്ചപ്പാട്ടോ. ഇവിടെ വന്നാൽ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. ഇവിടെ ഒരു കുളം കൂടിയുണ്ട്. പണ്ട് നമ്മൾ ഇവിടെ കുളിക്കാനും അലക്കാനൊക്കെ വരാറുണ്ടായിരുന്നു. ഇപ്പം അതില്ല കേട്ടോ. അപ്പോൾ അമ്പലത്തിനകത്തേക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റത്തുകൊണ്ട് ഞാൻ ഈ കല്ലിൻ്റെ സൈഡിലായിട്ട് ക്യാമറ ഓൺ ചെയ്ത് വെച്ചു എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഓൺ ചെയ്യാതെയാണ് വെച്ചത്. അപ്പോൾ പോയിട്ട് വന്നു കേട്ടോ. വെള്ളപ്പൂവ് കിട്ടിയ ആഗ്രഹം സഫലമാകുമെന്നാണ്. എൻ്റെ ആഗ്രഹം സഫലമായാൽ മതിയായിരുന്നു. അപ്പോൾ ഞാൻ കുളത്തിൽ കൂടി ഇറങ്ങി കാലൊന്ന് കഴുകിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ പറയാ, എന്നെ കാണാൻ യക്ഷീനെ പോലെ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ കാല് കഴുകി, ഒരാൾ കൂടെ കാല് കഴുകണമെന്ന് ആഗ്രഹം. അപ്പോൾ അവളെനെയും കൂടെ കൊണ്ടുപോയി കാല് കഴുകിച്ചു കേട്ടോ. ആൾക്ക് നടക്കാൻ വയ്യ, വാക്സിൻ എടുത്തതിൻ്റെ പെയിൻ ഉണ്ട്. കാലിന് വയ്യെങ്കിലും വെള്ളത്തിലിറങ്ങിയപ്പോൾ നമ്മുടെ കാലിന് ഒരു വയ്യായികില്ല കേട്ടോ. കുറച്ച് അല്ലാതെ ചിലർ ഉടായ്പൊക്കെ ഉണ്ട്. വെള്ളത്തിൽ നിന്ന് കയറ്റാനാണെങ്കിൽ ഭയങ്കര പാടുപെട്ടു കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ അവിടെ നിന്നൊക്കെ എടുത്തുകൊണ്ട് വന്നോട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ടിവിടെ അലക്കും കുളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറുപ്പത്തിൽ ഞാനിവിടെയാണ് നീന്തൽ പഠിക്കാൻ വന്നത്. പക്ഷേ ഇന്നേ വരെ നീന്താൻ എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ അവളേനെ എടുത്തുകൊണ്ട് വീണ്ടും നമ്മൾ വീട്ടിലേക്ക് നടക്കുകയാണ്. അതിനിടയിൽ അമ്മയ്ക്ക് ഒരു വിറകിൻ്റെ കഷ്ണം കിട്ടിയിട്ടോ. ഞാൻ ചോദിച്ചു, ഇത് ഒരു കൊല്ലത്തേക്കായോ എന്ന്. അപ്പം അമ്മ പറയാം, ഒരു ദിവസത്തെ ചോറ് വെക്കാൻ ഈ ഒരു വിറക് മതിയെന്ന്. ഒട്ടും നടക്കാതിരുന്നാൽ കാലനക്കാൻ പറ്റില്ല എന്ന് കരുതി അവളേനെ താഴെ നിർത്തിയതാണ് കേട്ടോ. പക്ഷേ അവളൊട്ടും നടക്കുന്നില്ല. അങ്ങനെ വീണ്ടും അവളേനെ എടുത്തുകൊണ്ട് തന്നെ നടന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിലോട്ടേക്കുള്ള വഴി. ഇവിടെയും നിറയെ പച്ചപ്പാണ്. രാവിലെ എഴുന്നേറ്റ് വാതിൽ തുറന്ന ഈ ഫുള്ള് പച്ചപ്പാണ്. കാണാൻ നല്ല രസം. മഞ്ഞും കൂടെ വീഴണം. അങ്ങനെ അമ്പലത്തിൽ പോയി തിരിച്ചു വന്നപ്പോഴേക്കും ഇതാ അമ്മമ്മ വീട്ടിൽ വിളക്ക് വെക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ചുമരിൽ കാണുന്ന ചിത്രം അത് ഞാൻ തന്നെ വരച്ചാണ് കേട്ടോ. ഏകദേശം 1 വർഷത്തോളമായി ആ ചിത്രം വരച്ചിട്ട്. ഏകദേശം അതിൻ്റെ കാലാവധിക്ക് തീരാറായി. അങ്ങനെ അമ്പലത്തിൽ പ്രാർത്ഥിച്ചത് പോരാത്തത് കൊണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക കേട്ടോ. ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടേ.